ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നുണ്ടല്ലോ വളരെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിരിക്കുന്ന ഒരു ഇലയടിയാണ് കേട്ടോ. അതിപ്പോൾ അല്ലാതെയൊക്കെ ഉണ്ടാക്കാം. എനിക്കിപ്പോൾ ഇത് കുറച്ച് വാഴയില കിട്ടിയതുകൊണ്ട് അതിൻ്റെ അകത്തോട്ട് വെച്ച് ഉണ്ടാക്കാമെന്ന് വെച്ചു. പോരാത്തതിന് കുറച്ച് സാധനങ്ങളൊക്കെ വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു പണി. അപ്പോൾ നോക്കാം. ഇതാ കുറേ പഴമാണേ. അതെന്നാണെന്നറിയാവോ, ഈ ചൂട് സമയം ആയതുകൊണ്ട് പഴമെല്ലാം വല്ലാണ്ട് അങ്ങ് പോവുക കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിലും കൊള്ളത്തില്ലാണ്ടായി പോവില്ലേ. അപ്പോൾ ഇതാ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞു വഴി കണ്ടു. അപ്പോൾ അതിലേക്ക് ഇത്തിരി ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വേണ്ട, പഴത്തിന് നല്ല മധുരം ഉണ്ടാവുമല്ലോ. പിന്നെ ഇത്തിരി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ എങ്ങനെ വേണേലും ആവാം കേട്ടോ, അവനവൻ്റെ ഇഷ്ടം പോലെ. പിന്നെ പോയിട്ട് ഇത്തിരി ജീരകവും പിന്നെ നമ്മുടെ ഏലക്കായും കൂടെ പൊടിച്ചെടുത്തത് ഒരു സ്പൂണോളം ഉണ്ടാവും. പിന്നെ നമ്മുടെ റവ നന്നായിട്ട് വറുത്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പോരാത്തതിന് ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ ഗോതമ്പ് പൊടി ആട്ടയുണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. അതേ, നമുക്കുണ്ടല്ലോ ഇതിനകത്തേക്ക് പാലോ വെള്ളമോ ഒന്നും വേറൊന്നും ചേർക്കണ്ട. ഈ പഴത്തിനനുസരിച്ചുള്ള റവ ഇട്ട് കൊടുത്തോണ്ടിരുന്നാൽ മതിയാവും കേട്ടോ. അത് കുറച്ച് ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോഴാണെങ്കിൽ നമുക്ക് പാകത്തിന് അറിയാൻ പറ്റുള്ളൂ. അതുമല്ല, നമ്മൾ ഈ കുഴച്ച് വരുന്ന സമയത്ത് നല്ല ലൂസായിട്ട് തോന്നും. എന്ന് വെച്ചാൽ റവയാകുമ്പോൾ ആദ്യം നല്ല ലൂസായിട്ട് കിടക്കും. പക്ഷെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് മുറുകി വരും കേട്ടോ. അത് സാരമില്ല, നമുക്ക് പാകത്തിന് എടുക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ദേ ഇതൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി തേങ്ങ എടുക്കണം. പിന്നെ പോരാത്തതിന് ഇത്തിരി ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇലയുടെ എല്ലാം ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഇത്തിരി വേണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇനിയുണ്ടല്ലോ നമ്മുടെ ഇലയൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കീറി പകുതിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ആ റവയുടെ മിക്സ് നമ്മുടെ ഇലയിലേക്ക് ഒന്ന് പരത്തി കൊടുത്തോളാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൈ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് പരത്തി കൊടുക്കാം. എങ്ങനെയല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ പോരാത്തതിന് ആ തേങ്ങയും നമ്മുടെ ശർക്കരയും കൂടെ കൂട്ടിയുള്ള മിക്സും കൂടി ഒന്ന് വെച്ച് കൊടുത്ത് സാധാരണ രീതിയിൽ തന്നെ ഒന്ന് മടക്കി എടുത്തോളാം കേട്ടോ. അങ്ങനെ ഓരോന്നും നമുക്ക് മാറി മാറി ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ എന്താ പറയുക, നമ്മൾക്കുണ്ടല്ലോ ഇത് വാഴയില തന്നെയല്ല, നമ്മുടെ ഇടനേലയുണ്ടല്ലോ, ഇടനേലയ്ക്കകത്ത് നമുക്ക് ചെയ്യാം. ചക്കപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ചക്കപ്പഴം ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാം. നമ്മളിപ്പോൾ പഴം വെറുതെ ഈ ഒരു ചൂട് സമയത്ത് പഴം വെറുതെ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തത്. അതുമല്ല, ഒത്തിരി പഴുത്ത് പോയി ആർക്കും താല്പര്യപ്പെടില്ല ഇതൊന്നും കഴിക്കാനായിട്ട്. പിന്നെ ഉണ്ടല്ലോ, ഇപ്പം ഞാൻ ഈ ഉണ്ടാക്കിയ സമയത്ത് ഒരു 4 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം വെച്ചാൽ രാവിലെയാണ്. കാരണം നാട്ടിൽ സ്കൂൾ അടച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്കൊക്കെ ഇവിടെ സ്കൂൾ ഓപ്പൺ ആയി. പോരാത്തതിന് ഓഫീസിൽ പോക്ക് കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് റെഡി ആവണമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഈ 4 മാത്രമേ ആദ്യം ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇലയുടെ ഇങ്ങനെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇടനേല ഇല്ലെന്ന് ഓർത്തോണ്ടൊന്നും ഒരു കുഴപ്പമില്ല, നല്ല രുചിയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ തുറന്ന് കാണിക്കുന്ന വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നതാണ്. അതിപ്പോൾ നമ്മളതൊന്ന് എന്താ പറയുക, അതൊന്ന് ഒടിച്ച് തുറന്ന് കാണിച്ചാൽ പോലും അതിനകത്ത് പ്രത്യേകിച്ച് കാണാൻ മാത്രം നമ്മളൊന്നും വെച്ചിട്ടില്ല. വേണമെങ്കിൽ വെക്കാമെന്നൊക്കെ ഉള്ളൂ. ഞാനിപ്പോൾ ഒരുപാട് മധുരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, കൊള്ളത്തില്ലല്ലോ. അപ്പോൾ അതിന് പഴം നല്ല മധുരം ഉള്ളതുകൊണ്ട്. എന്നാൽ പിന്നെ ഉണ്ടല്ലോ, ഇനി ചക്കപ്പഴം കിട്ടുമ്പോഴൊക്കെ ആണെങ്കിലും ഇടനേല ഇല്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ വാഴയിലേക്കകത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇനിയിപ്പം റവയല്ല ഗോതമ്പ് പൊടി വെച്ചിട്ടാണെങ്കിലും നമുക്കിതൊക്കെ ഉണ്ടാക്കാം. നല്ല മയത്തിലൊന്ന് കുഴച്ചെടുത്താൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പിന്നെയുണ്ടല്ലോ, ഒരു അടിപൊളി ചായയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വാഴയില അപ്പം ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിച്ചോളുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ.